ഹായ്, ഞാനിന്നൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാലോ. 2 വെല്ലുള്ളിയും ക്യാരറ്റും കുക്കുംബറും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് ഒരു പകുതി നാരങ്ങ നീരൊഴിച്ചിട്ട് ഉപ്പും ലേശിട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഉള്ളിക്കൊക്കെ നല്ല ബലമുണ്ടാവും. ഞാനിതിൽ ആദ്യമേ തന്നെ മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആ ഉണ്ടാക്കി വെച്ച മയണൈസിലോട്ട് ഞാൻ 2 മുട്ട ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അത്ര മതി. അത് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സിലോട്ട് ഇട്ടിട്ട് ഈ മിക്സും ഈ മയണൈസിൻ്റെ മിക്സും ക്യാരറ്റും എല്ലാം കൂടി നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ 2 മുട്ട നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 മുട്ടയിലോട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഓംലേറ്റ് ഇതാക്കി എടുക്കുന്നുണ്ട്. ആ മുളക് പൊടി നന്നായിട്ട് മിക്സാക്കി എടുക്കുകയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. ഇതിലുണ്ടായിരുന്നു, നന്നായിട്ട് മിക്സാക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കല്ലാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ എണ്ണ ഒന്നും ഒഴിക്കില്ല, നോൺ സ്റ്റിക്കല്ലേ. ഇത് ഞാൻ തിരിച്ചിട്ടിട്ട് ഒരു 6 പീസായിട്ട് മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡിലോട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ കൂട്ട് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം മുട്ട വയ്ക്കും. ശേഷം സോസ് എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. സോസ് വീട്ടിലുണ്ടാക്കിയതല്ല, അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് ദോശക്കല്ലിലോട്ട് വെച്ചിട്ട് ഞാൻ 2 വശം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.